വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ റിലീഫ് ഫണ്ടുകളെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപ് കെ.ടി. ജലീൽ എം.എൽ.എ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ലീഗിന്റെ റിലീഫ് ഫണ്ടുകൾ പലപ്പോഴും വകമാറ്റി ചിലവഴിക്കുന്നതായാണ് കാണുന്നതെന്നും മറ്റു ഫണ്ടുകളുടെ ഗതി വയനാട് ഫണ്ടിന് ഉണ്ടാകാതെ നോക്കണമെന്നുമായിരുന്നു കെ.ടി. ജലീൽ എം.എൽ.എ ആവശ്യപ്പെട്ടത്. മുസ്ലിം ലീഗ് നേതാവ് പി.വി. അബ്ദുൾ വഹാബ് എം.പിക്ക് എഴുതിയ തുറന്ന കത്തിലൂടെയായിരുന്നു ജലീൽ തന്റെ ആവശ്യം ഉന്നയിച്ചത്. ഇപ്പോൾ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അടിയന്തര സഹായങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ വിവരങ്ങളും ഈ ചിലവഴിക്കുന്ന തുക ആപ്പിലൂടെ പ്രദർശിപ്പിക്കാമെന്നും PMA സലാം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും കെ.ടി. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ്. വയനാട് ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെയുള്ള ക്രൗഡ് ഫണ്ടിംഗ് പ്രവർത്തനങ്ങളിൽ എക്സ്പെൻഡിച്ചർ ആപ്പ് ഉപയോഗിക്കാനുള്ള ലീഗിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കെ.ടി. ജലീൽ. വയനാട് ദുരിതാശ്വാസ സഹായം സംബന്ധമായ വിശദാംശങ്ങൾ പാർട്ടിയുടെ ഓൺലൈൻ ആപ്പിൽ പ്രദർശിപ്പിക്കുമെന്ന ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനത്തിലൂടെ സംഘടനയുടെ ഫണ്ട് വിനിയോഗത്തിൽ സുതാര്യത വരുമെന്ന് ഡോക്ടർ കെ.ടി. ജലീൽ പറയുന്നു. 2004 മുതൽ തന്നെ ലീഗിന്റെ ഫണ്ട് വിനിയോഗത്തിൽ സുതാര്യത വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ലീഗ് നേതൃത്വം തന്റെ ആവശ്യം പരിഗണിച്ചതിൽ ജലീൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വയനാട് ദുരിതാശ്വാസ ഫണ്ടിന്റെ ചെലവുകൾ ആപ്പ് വഴി പരസ്യപ്പെടുത്തുമെന്ന പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കിയാണ് ഡോക്ടർ കെ.ടി. ജലീൽ ഈ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. മുന്നോട്ട് എല്ലാ ക്രൗഡ് ഫണ്ടിംഗ് പ്രവർത്തനങ്ങളിലും ഈ സംവിധാനം നടപ്പാക്കണമെന്നും പോഷക സംഘടനകളും ഇതേ രീതി പിന്തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ ചെലവുകളും ആപ്പ് വഴി പരസ്യപ്പെടുത്തുന്നത് സംഘടനയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന ഫണ്ടുകൾ അതത് ആവശ്യങ്ങൾക്കായി മാത്രം വിനിയോഗിക്കണമെന്നും ഓരോ ഫണ്ട് പിരിവിന്റെയും കാര്യങ്ങളിൽ സുതാര്യത കാണിക്കണമെന്നും ജലീൽ ഓർമ്മപ്പെടുത്തി. ലീഗ് നേതൃത്വം ഈ പുതിയ നടപടി തുടർന്നും കൈക്കൊള്ളുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. ഡോക്ടർ കെ.ടി. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. ലീഗ് നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് കെ.ടി. ജലീലിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. ലീഗിന്റെ ഫണ്ട് വിനിയോഗം സുതാര്യമാക്കുക എന്നതാണ് 2004 മുതൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ പേരിലാണ് എനിക്ക് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടതും അവസാനം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. അന്നു തുടങ്ങിയ പോരാട്ടം ഫലം കണ്ടു എന്നതിൽ സന്തോഷമുണ്ട്. വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ ലീഗ് പിരിച്ച ഫണ്ടിന്റെ ചെലവും ഒരു എക്സ്പെൻഡിച്ചർ ആപ്പിലൂടെ പ്രദർശിപ്പിക്കാൻ ഞാൻ മുഖപുസ്തകത്തിൽ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. വയനാട് പുനരധിവാസത്തിനുള്ള ചെലവുകൾ ആപ്പിലൂടെ ജനങ്ങളെ അറിയിക്കുമെന്നുള്ള ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ FB പോസ്റ്റ് കണ്ടു. ലീഗിന്റെ തീരുമാനം അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. മേലിലുള്ള എല്ലാ ക്രൗഡ് ഫണ്ടിങ്ങിനും ഇത് ബാധകമാക്കാൻ നേതൃത്വം ശ്രദ്ധിക്കണം. പോഷക സംഘടനകളോടും സമാന രീതി അവലംബിക്കാൻ സാദിഖലി തങ്ങൾ നിഷ്കർഷിക്കണം. ഡൽഹി ആസ്ഥാന മന്ദിരത്തിന്റെ കാര്യത്തിലും ചെലവിട്ട സംഖ്യ ആപ്പിലൂടെ അറിയിക്കുന്നതിലൂടെ ഉയരുക ലീഗിന്റെ വിശ്വാസ്യതയാകും. ജനങ്ങളിൽ നിന്ന് ഒരാവശ്യം പറഞ്ഞ് പിരിച്ചെടുക്കുന്ന സംഖ്യ അതേ ആവശ്യത്തിന് ചിലവഴിക്കണം. പിരിച്ചെടുക്കുന്ന ഓരോ രൂപയ്ക്കും നാളെ നാഥന്റെ മുൻപിൽ മറുപടി പറയേണ്ടവരാണെന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം. ഓരോ ഫണ്ട് പിരിവിന്റെ കാര്യത്തിലും ആ ഓർമ്മ ലീഗ് നേതൃത്വത്തിന് വേണം. ഇതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാകട്ടെ. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആ ഓർമ്മ ലീഗ് നേതൃത്വത്തിന് വേണം. ഇതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാകട്ടെ. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു കെ.ടി. ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എന്നാൽ ലീഗിനെ എതിർത്ത കെ.ടി. ജലീൽ തന്നെ ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലീഗിന്റെ ഒരു സൽപ്രവൃത്തിയെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അതിനെ അംഗീകരിക്കാൻ പല ലീഗുകാരും തയ്യാറാകുന്നില്ല എന്നതാണ് കെ.ടി. ജലീലിന്റെ കുറിപ്പിന്റെ താഴെയുള്ള കമന്റ് ബോക്സ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ലീഗിന്റെ കുറ്റങ്ങൾ മാത്രം അക്കമിട്ട് നിരത്തുന്ന ഒരു പ്രവണത കെ.ടി. ജലീലിന് ഉണ്ട് എന്ന തരത്തിലായിരുന്നു കമന്റുകൾ ഒക്കെ തന്നെ. എന്തായാലും നല്ലതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പോലും ലീഗ് തയ്യാറാകുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കമന്റ് ബോക്സ്.